കാലടി സംസ്കൃത സർവകലാശാലയിൽ വി.സി. ഡോക്ടർ സിസ തോമസ് അവരുടെ ശവസംസ്കാരം പ്രതീകാത്മകമായി നടത്തിയ എസ്.എഫ്.ഐ. പ്രവർത്തകരുടെ ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രവൃത്തിയെ അത് എന്താണ് അതിൻ്റെ നിയമവശം, എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയാണ് സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖരെ ഗവർണർ അർളിക്കർ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തിയത്. അത് വലിയ ചർച്ചയൊക്കെയായിരുന്നു, വാർത്തയൊക്കെയായിരുന്നു. ഇപ്പോൾ അങ്ങനെ വിളിച്ചു വരുത്തരുത് എന്ന് പറയുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. അല്ല, ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ വിളിച്ചു വരുത്താനൊക്കെ നിയമമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല. എന്നാലും അങ്ങനെ വിളിച്ചു വരുത്തുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഈ വിഷയത്തിൽ വി.ഡി. സതീശൻ ഇങ്ങനെ ഇടപെടേണ്ട കാര്യമില്ല. ഗവർണറുമായി വളരെ നല്ല രീതിയിലുള്ളൊരു ബന്ധം ഇദ്ദേഹം തുടക്കം മുതലേ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് നന്നായി തന്നെ പോകുന്നതാണ്. സംസ്ഥാനത്തിനും സംസ്ഥാനത്തിൻ്റെ ഭാവിക്കും നല്ലത് എന്ന അഭിപ്രായവും ഈ വാർത്തകൾക്ക് പ്രതികരണമായി വരുന്നുണ്ട്. അല്പസമയം മുൻപാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞത്. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് നാളെ മുതൽ ആരംഭിക്കും എന്ന കാര്യം പറഞ്ഞു. ആ കൂട്ടത്തിലാണ് ഇത് പറഞ്ഞത്. സർക്കാരിൻ്റെയോ മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ലോക് ഭവനിലേക്ക് ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോക് ഭവനെ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നും മുൻ സർക്കാരിന്റെ കാലത്തും ഇത്തരം നടപടിയുണ്ടായി, അന്നും അതൃപ്തി അറിയിച്ചുവെന്നും മുഖ്യമന്ത്രി പറയുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലാണ് വി.ഡി. സതീശൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. എസ്.എഫ്.ഐയുടെ സമരത്തിന് പിന്നാലെ കാലടി വി.സി. സിസ തോമസിന്റെ പരാതിക്ക് പിന്നാലെയാണ് ഗവർണർ ഡി.ജി.പിയെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തിയത്. കൊച്ചി ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി 18.16 ഏക്കർ ഭൂമി വിട്ടുനൽകാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. അതുപോലെ ഇനി ഒരു മാസവും ക്ഷേമം പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങില്ല. ലിയണൽ മെസ്സിയുടെ പേരിലുള്ള തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ കർശന നടപടി ഉണ്ടാകും. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ച് ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഉടൻ തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഇത്തരത്തിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് വളരെ വിചിത്രമായൊരു സംഭവം ഉണ്ടായിട്ട് എസ്.എഫ്.ഐ. പ്രവർത്തകർ പ്രതീകാത്മകമായി ഒരു അധ്യാപികയുടെ, ഒരു വി.സിയുടെ, അതും ഒരു സ്ത്രീയുടെ ശവസംസ്കാരം നടത്തി. എസ്.എഫ്.ഐ. പ്രവർത്തകർ പണ്ട് പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിച്ചതും അതുപോലെ ശവമഞ്ചമൊരുക്കിയതും ഒക്കെ തന്നെ നമുക്കറിയാം. ഇതും സമാനമായ കാര്യം തന്നെയാണ്. റീത്തൊക്കെ വെച്ചന്ന് ശവമഞ്ചമൊരുക്കി, ഇന്ന് ശവപ്പെട്ടിക്കാത്തായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം നെറികെട്ട ഇടപാടുകൾ എന്താണ് എന്ന് സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ചു വരുത്താനുള്ള അധികാരം, അവകാശം ഒക്കെ തന്നെ സംസ്ഥാന ഗവർണർക്കുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ചെയ്തതിന് ഗവർണറെ ഇത്തരത്തിൽ വിമർശിക്കേണ്ട കാര്യമില്ല. ലോക് ഭവന് കത്ത് കൊടുത്തെങ്കിൽ അതിൻ്റെ കൃത്യമായ മറുപടി തീർച്ചയായിട്ടും ഗവർണറുടെ ഓഫീസ് നൽകും. ഗവർണറും മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ ഒരേ രീതിയിൽ ഒരു പ്രത്യേക താളത്തിൽ പോവുകയാണ് വേണ്ടത്. നമ്മുടെ സംസ്ഥാനം ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെ പരിഹാരം കാണാൻ UDF സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് പിന്നെ ഈ പിണറായി വിജയൻ പറയുന്നത് പോലെ ഗവർണറെ വെല്ലുവിളിച്ചും ചീത്ത വിളിച്ചും അട്ടഹസിച്ചും ഒന്നുമല്ല, വളരെ മാന്യമായിട്ടാണ് വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അത് കൂടുതൽ നിയമവശങ്ങളും കൂടുതൽ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദീകരണങ്ങളും ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.